അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 1 കിലോ അളവിലുള്ള കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിനൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം, എന്നിട്ട് വേണം ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റാനായിട്ട്. ഇപ്പൊ കുമ്പളങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ നടുഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ കുരുവുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പൊ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം കുരുവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കത്തി കൊണ്ട് എടുത്തു കളയാം. അപ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ തൊലിയുള്ള ഭാഗം ഒന്ന് നമുക്ക് ചെത്തി മാറ്റാം. ഇതുപോലെ കത്തി കൊണ്ട് ഒന്ന് ചെത്തി മാറ്റാം. അപ്പോൾ അതാ അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. ഗ്രേറ്ററിൻ്റെ ഈ വലിയ ഹോളിൽ കൂടെ വേണം ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതലും വെള്ളമാണ് ഉള്ളത്. ഞാൻ പിന്നീട് പറഞ്ഞുതരാം എത്ര അളവ് കപ്പിൽ എത്ര കപ്പ് ഉണ്ടെന്നുള്ളത്. അപ്പൊ ഞാനിത് എത്ര കപ്പ് ഉണ്ടെന്ന് ഞാൻ അളന്ന് കാണിച്ചു തരാം. 250 ml കപ്പിന് 1 കപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ആ വെള്ളത്തോട് കൂടി തന്നെ അളന്നിട്ട് എടുക്കാം. ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ആ വെള്ളവും എല്ലാം കൂടി ചേർത്തിട്ട് 6 കപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 250 ml കപ്പിന് 6 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്ത കുമ്പളങ്ങയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. വെള്ളത്തോടു കൂടിയല്ലേ ഇരിക്കുന്നത്, ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പൊ ഏകദേശം വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ കുമ്പളങ്ങയെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് 1.25 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. 1 കപ്പും 1/4 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് അലിഞ്ഞു വരും. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചും കൂടെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കാം. ഉണ്ടെന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കുക. ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കുങ്കുമപ്പൂ ചേർത്ത് കൊടുത്തത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു എന്ന് വെച്ചിട്ട് ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. പഞ്ചസാര ചേർക്കാതെ പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പേലക്കാണെന്നുണ്ടെങ്കിൽ 3-4 ഒന്ന് തല്ലിയിട്ട് കൊടുത്താൽ മതിയാവും. അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചെറിയ രീതിയിലൊന്ന് വറ്റിച്ചെടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കുങ്കുമപ്പൂ ചേർത്തുകൊണ്ട് നല്ലൊരു പ്രത്യേക മണവും നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് 3 ടേബിൾ സ്പൂൺ നെയ്യ് കറക്റ്റ് അളവാണ്. നെയ്യും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒന്ന് 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇതാവുന്ന ഇളക്കി കൊടുത്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഡ്രൈ ആക്കി പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കോരി കഴിക്കാൻ പാകത്തിനാണ് ഞാൻ ഈ ഹൽവ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവം മതി. അപ്പോൾ ചൂട് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഡ്രൈ ആവും. ഈ ഒരു പരുവം ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. കുറച്ച് പണികളും കൂടി ബാക്കിയുണ്ട്.
ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടാവട്ടെ. ഇപ്പൊ നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കശുവണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ബദാം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കശുവണ്ടിയും 1 ടേബിൾ സ്പൂൺ ബദാം എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ കശുവണ്ടി മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലൊരു ഗോൾഡൻ നിറാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പൊ നല്ലൊരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത കശുവണ്ടി ആ ചൂടോട് കൂടി തന്നെ ഈ ഹൽവയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെയ്ത് കൊടുത്ത കശുവണ്ടി ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പൊ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഹൽവ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് നമുക്ക് കിണ്ടിയെടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. വായിലിട്ടാൽ തന്നെ അലിഞ്ഞിറങ്ങും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആണ്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഹൽവ റെഡിയാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞിറങ്ങും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആണ്. പുറത്ത് ഇത് 2 ദിവസമൊക്കെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് 2 ആഴ്ച വരെ ഫ്രിഡ്ജിലും സൂക്ഷിച്ച് വെക്കാം. ഞാനിപ്പോൾ ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുമ്പളങ്ങ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം ഹൽവ തയ്യാറാക്കി നോക്കുക. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്